ഹായ് എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ചെറിയ ടോപ്പിക്കാണ് സൂപ്പർ കമ്പ്യൂട്ടേഴ്സ്. അതേക്കുറിച്ചാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. വരാനിരിക്കുന്ന എല്ലാ മത്സര പരീക്ഷയിലും ഒരു ചോദ്യമായിട്ട് കറണ്ട് അഫയേഴ്സിലോ അല്ലെങ്കിൽ IT-യിൽ നിന്നോ ഈ ഒരു ഭാഗത്ത് നിന്നുള്ള ചോദ്യങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞൊരു പരീക്ഷയിലും നമ്മൾ കണ്ടിരുന്നു. അപ്പോൾ ആ ഒരു ഏരിയ മാത്രമാണ് ഈ ഒരു കുഞ്ഞു ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അല്ലേ. എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താണ് സൂപ്പർ കമ്പ്യൂട്ടർ? ഈസ് ആൻ exceptionally powerful machine designed for complex computation, scientific simulations and data intensive tasks, excelling in speed, parallel processing and solving critical challenges across diverse fields. പല മേഖലകളിലും വളരെ പെർഫോമൻസ് കൂടിയ, വളരെ കപ്പാസിറ്റി കൂടിയ, വളരെയധികം മെമ്മറി കപ്പാസിറ്റി കൂടിയ അത്തരത്തിലുള്ള ഡിവൈസുകളെ കാലാവസ്ഥാ പ്രവചനം, ആണവ പരീക്ഷണം, അതുപോലെ തന്നെ റിയൽ ടൈം ഓപ്പറേഷൻസിന് വേണ്ടി കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന കപ്പാസിറ്റി കൂടിയ കമ്പ്യൂട്ടേഴ്സിനെയാണ് നമ്മൾ നോർമലി സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, അതൊരു തിയറി മാത്രമാണ്, നമുക്ക് അതിനെ കുറിച്ചൊന്നും ആവശ്യമില്ല. ഒന്നാമത്തെ പോയിന്റ് നമ്മൾ പഠിച്ചിരിക്കേണ്ടത് എന്താണ്? ആരാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്? സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സൈമർ ക്രേ എന്ന് നോട്ട് ചെയ്തു വെക്കാം. ഇങ്ങേരാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ്. എന്നാൽ ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വിജയ് പി ബഡ്കർ എന്നും പഠിച്ചു വെക്കാം. ഓക്കെ, സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരാണ്? സൈമർ ക്രേ എന്ന് പഠിച്ചു വെക്കാം. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാല് വിജയ് പി ബഡ്കർ എന്ന പോയിന്റും എന്ത് ചെയ്യണം? ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കണം കേട്ടോ. ഇനി സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ആണ് സൂപ്പർ കമ്പ്യൂട്ടർ സ്പീഡ് ആർ മെഷേർഡ് ഇൻ ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്, ഫ്ലോപ്സ്. എന്താണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്നത്? കാണുന്നില്ലെങ്കിൽ ഒന്ന് നോട്ട് ചെയ്ത് വെക്കണേ. സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫ്ലോപ്സ് എന്ന് പഠിച്ചു വെക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് കേട്ടോ. അതിൽ തന്നെ മെഗാ ഫ്ലോപ്പ് M ഫ്ലോപ്പ് ഉണ്ട്, ജിഗാ ഫ്ലോപ്പ് G ഫ്ലോപ്പ് ഉണ്ട്, ടെറാ ഫ്ലോപ്പ് T ഫ്ലോപ്സ് ഉണ്ട്. അതിന്റെ കപ്പാസിറ്റി കൂടി കൂടി പോകും. എന്താണ് കാണുന്നില്ലെങ്കിൽ M ഫ്ലോപ്സ് കേട്ടോ, മെഗാ ഫ്ലോപ്സ്, G ഫ്ലോപ്സ്, അതുപോലെ തന്നെ T ഫ്ലോപ്സ്. ഓക്കെ, ഇതെല്ലാം സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന പല പല വേരിയേഷൻസ് ആണ്. നമ്മുടെ മെമ്മറിയുടെ യൂണിറ്റ് പറയുന്ന സമയത്ത് ഇങ്ങനെ കയറി പോലെ അത്രേ ഉള്ളൂ കേട്ടോ. അപ്പൊ ബേസിക് ആയിട്ട് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സ്പീഡ് മെഷർ ചെയ്യുന്ന യൂണിറ്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ്, ഫ്ലോപ്സ് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് കേട്ടോ. ഇനി ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ, ലോകത്തിൽ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്നുള്ളത് കഴിഞ്ഞ പരീക്ഷയിലെ ഒരു ചോദ്യമായിരുന്നു. നിങ്ങൾക്ക് നോക്കാം, വേഗതയുടെ അടിസ്ഥാനത്തിൽ ആദ്യ 4 റാങ്കിൽ നിൽക്കുന്ന സൂപ്പർ കമ്പ്യൂട്ടേഴ്സ് ആണ് ഇവിടെ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ലോകത്തിൽ ഇപ്പോൾ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രണ്ടിയർ ആണ്. ഹാവ്ലെറ്റ് പക്കാർഡ്, അതായത് HP കേട്ടോ, HP ആണ് ഡെവലപ്പ് ചെയ്തത്. എന്റർപ്രൈസ് ആൻഡ് ഹൗസ്ഡ് അറ്റ് ദി ഓക്ക് റൈഡ് നാഷണൽ ലബോറട്ടറി ഇൻ ടെന്നീസ്, ഓക്കെ, USA. നമ്മൾ അത്രയൊന്നും പഠിക്കേണ്ട. അമേരിക്കയിലാണ്, HP-യുടെ ആണ് ഫ്രണ്ടിയർ ഒന്നാം സ്ഥാനത്ത് ഏറ്റവും വേഗതയേറിയത്. രണ്ടാം സ്ഥാനത്തെ ഇതായിരുന്നു ഏറ്റവും വേഗതയേറിയത്. ഇപ്പോൾ ഇവർ രണ്ടാം സ്ഥാനത്തേക്കായി. ഫുഗാക്കു ജപ്പാന്റെ ആണ്. ജപ്പാന്റെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇത്, ഫുഗാക്കു എന്ന് നോട്ട് ചെയ്തു വെക്കാം. മൂന്നാം സ്ഥാനം അമേരിക്കയുടെ തന്നെ സമ്മിറ്റ്. ഇതായിരുന്നു 2019 കാലഘട്ടത്തിലൊക്കെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. ഇപ്പോൾ മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു, സമ്മിറ്റ് അമേരിക്കയുടെ. ഇനി സെറ, ഓക്കെ, ഇതാണ് 4ാം സ്ഥാനത്തെ. അതും അമേരിക്കയുടെ തന്നെ ആയിരുന്നു എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. അപ്പോ ഇത് PSC കഴിഞ്ഞ പരീക്ഷയിൽ ചോദിച്ച ചോദ്യമാണ്. ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാന്നുള്ളത് PSC ചോദിച്ചിട്ടുണ്ട്. ഫ്രണ്ടിയർ എന്ന് പഠിച്ചു വെക്കാം. 2ാം സ്ഥാനം ജപ്പാന്റെ ഫുഗാക്കു, 3ാം സ്ഥാനം സമ്മിറ്റ് അമേരിക്കയുടെ സമ്മിറ്റ്, 4ാം സ്ഥാനം സീറ, അതും അമേരിക്കയുടെ. അമേരിക്കക്കാരാണ് ഇതില് മുന്നിട്ട് നിൽക്കുന്നത്. ജപ്പാന്റെ ഇതിനെ കടത്തി വിട്ടിട്ട് ഫുഗാക്കു വന്ന് ഒരു 2 മാസം നിന്നപ്പോഴത്തേക്കും എന്താണ് അമേരിക്ക പുതിയത് കണ്ടുപിടിച്ചു, ഫ്രണ്ടിയർ കണ്ടുപിടിച്ചു കേട്ടോ. ഓക്കെ, സീറയുടെയും സമ്മിറ്റിന്റെ ഒക്കെ ഫോട്ടോ നിങ്ങൾക്ക് കാണാം. ഇനി ഇന്ത്യയിലെ നോക്കുമ്പോൾ സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആയിരുന്നു പരം 8000. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇത്, പരം 8000. ഇമ്പോർട്ടന്റ് ആണ്. ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പരം 8000 എന്ന് പഠിച്ചു വെക്കാം. സീഡാക് എന്ന് പറയുന്ന കമ്പനിയാണ് 1991 ഇത് പുറത്തിറക്കിയത്.
ഇന്ത്യയിൽ ഈ സോഫ്റ്റ്വെയറുകൾ, സൂപ്പർ കമ്പ്യൂട്ടറുകൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിക്കുന്ന ഒരു കമ്പനിയാണ് സീഡാക്ക്. ഓക്കെ, അത് ആദ്യം തന്നെ നോട്ട് ചെയ്ത് വെക്കണേ. സീഡാക്ക് ആണ് 1991 ഈ പരം 8000 എന്ന് പറയുന്ന സൂപ്പർ കമ്പ്യൂട്ടർ ആദ്യമായിട്ട് കണ്ടുപിടിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്നറിയപ്പെടുന്നത് വിജയ് പി ബഡ്കർ ആണ്. ഓക്കെ, ഇദ്ദേഹമായിരുന്നു ഈ സീഡാക്കിന്റെ ആദ്യത്തെ ഡയറക്ടർ. ഓക്കെ, സീഡാക്ക് ആണ് പരം 8000 കണ്ടുപിടിച്ചത്. അപ്പോഴത്തെ സമയത്ത് അതിന്റെ ഡയറക്ടർ ആയിരുന്നു ആര്? നമ്മുടെ വിജയ് പി ബഡ്കർ. അതുകൊണ്ടാണ് സൂപ്പർ കമ്പ്യൂട്ടറിന്റെ, ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇന്ത്യയിൽ സൂപ്പർ കമ്പ്യൂട്ടറുകൾ വികസിപ്പിക്കാൻ നേതൃത്വം നൽകിയ സ്ഥാപനമാണ് സീഡാക്ക്, സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ് സീഡാക്ക്. 1988 സ്ഥാപിതമായ സീഡാക്കിന്റെ ആസ്ഥാനം മഹാരാഷ്ട്രയിലെ പൂനെയിലാണ്. ഓക്കെ, അപ്പൊ സീഡാക്ക് എന്ന് പറയുന്നത് ഇന്ത്യയിലെ സൂപ്പർ കമ്പ്യൂട്ടിങ്ങിന്റെ ഈ ഒരു ജനറേഷൻ, ഈ ഒരു കണ്ടുപിടുത്തത്തിന് തുടക്കം കുറിച്ച സ്ഥാപനമാണ് എന്ന് പഠിച്ചു വെക്കാം. സെന്റർ ഫോർ ഡെവലപ്മെന്റ് ഓഫ് അഡ്വാൻസ്ഡ് കമ്പ്യൂട്ടിംഗ്. 88 ഇത് സ്ഥാപിതമായത്. 91 അവർ ആദ്യമായിട്ട് ഇന്ത്യയുടെ ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടറായ പരം 8000 കണ്ടുപിടിക്കുന്നത് കേട്ടോ. അപ്പോൾ അതിന്റെ ആദ്യത്തെ ഡയറക്ടർ ആയിരുന്നു ആര്? വിജയ് പി ബഡ്കർ. അതുകൊണ്ട് തന്നെ അദ്ദേഹം സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഇനി 2015 കേന്ദ്ര സർക്കാർ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് രൂപം നൽകി. അടുത്ത പോയിന്റ് ആണ്, 2015 കേന്ദ്ര സർക്കാർ നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് നേതൃത്വം നൽകി. സീഡാക്ക്, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസ് എന്നീ സ്ഥാപനങ്ങളാണ് ഈ മിഷൻ നിർവഹിക്കുന്നത്. സീഡാക്കും ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയൻസും കൂടെ ചേർന്നിട്ടാണ് ഏത് നാഷണൽ സൂപ്പർ കമ്പ്യൂട്ടിംഗ് മിഷന് നേതൃത്വം നൽകിയത് 2015. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഇതുവരെ ചോദിച്ചിട്ടൊന്നുമില്ല, പക്ഷെ ചോദിക്കാൻ സാധ്യതയുണ്ട്. 2023 മെയ്യിൽ പൂനെയിലെ സീഡാക്കിൽ നിർമ്മിച്ച ഐരാവത്, അടുത്ത പരീക്ഷയ്ക്ക് നിങ്ങൾ നോട്ട് ചെയ്ത് വെച്ചോളൂ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്, ചോദിക്കാൻ സാധ്യതയുള്ളതാണ്. യെസ്, ഐരാവതാണ് നിലവിൽ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. പരം സിദ്ധി AI എന്നുള്ളതായിരുന്നു ഇന്ത്യയിലെ വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ. പരം സിദ്ധി AI അത് മാറിയിട്ട് ഇപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഐരാവത് എന്ന് പഠിച്ചു വെക്കാം കേട്ടോ. വേഗതയിൽ ലോകത്തെ 75ാം സ്ഥാനത്തുള്ള സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇത് ഐരാവത് എന്ന് പഠിച്ചു വെക്കാം. ലോകത്ത് തന്നെ 75ാം സ്ഥാനത്തുണ്ട്. ഇന്ത്യയിലെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് ഇത് ഐരാവത് എന്ന് പഠിച്ചു വെക്കാം. അതും നിർമ്മിച്ചത് സീഡാക്കിലാണ് എന്ന പോയിന്റും നോട്ട് ചെയ്ത് വെക്കാം കേട്ടോ. അപ്പൊ അത്രയേ ഉള്ളൂ പോയിന്റ്സ്. ഇനി 1-2 പോയിന്റുകൾ കൂടി കൂട്ടിച്ചേർക്കാം. അതായത് കൽപ്പന ചൗളയുടെ പേരിൽ അമേരിക്കക്കാർ കണ്ടുപിടിച്ച അല്ലെങ്കിൽ അവരുടെ ഒരു സൂപ്പർ കമ്പ്യൂട്ടറിനെ കൽപ്പന ചൗളയോടുള്ള സ്മരണാർത്ഥം KC എന്ന് പേരിട്ടു. ഒരു സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പേരാണ് KC. ആരാണ്? അമേരിക്കയാണ്. കൽപ്പന ചൗളയോടുള്ള ഒരു ബഹുമാനാർത്ഥം KC എന്ന് പേരിട്ടു കേട്ടോ. KC, കൽപ്പന ചൗളയോടുള്ള സ്മരണാർത്ഥം അമേരിക്ക നിർമ്മിച്ച സൂപ്പർ കമ്പ്യൂട്ടർ ആണ് എന്ന് പഠിച്ചു വെക്കാം. പിന്നെന്താ? യെസ്, ഇന്ത്യയുടെ ഏറ്റവും വേഗതയേറിയ സൂപ്പർ കമ്പ്യൂട്ടർ ഇപ്പോൾ ആരാണ്? ഇപ്പൊ നമ്മുടെ ഐരാവത് ആണെങ്കിൽ പരം സിദ്ധി AI ആയിരുന്നു ആദ്യം ഉണ്ടായിരുന്നു. ഇപ്പൊ 2ാം സ്ഥാനത്തേക്ക് അവരായി. ഇപ്പൊ 3ാം സ്ഥാനത്ത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രത്യുഷ് കേട്ടോ. പ്രത്യുഷ് ആണ് 3ാം സ്ഥാനത്തുള്ളത് എന്ന പോയിന്റ് എന്ത് ചെയ്യാം? നോട്ട് ചെയ്ത് വെക്കാം. പിന്നെ ഏക, പരം, അതുപോലെ തന്നെ പത്മ, കാബ്രു, ബ്ലൂ ജീൻ എന്തൊക്കെയാണ്? ഏക, പരം, പത്മ, കാബ്രു, ബ്ലൂ ജീൻ ഇതൊക്കെ ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടേഴ്സിന്റെ സീരീസ് ആണ് കേട്ടോ. ഇന്ത്യയുടെ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ സീരീസ് ആണ് പറഞ്ഞത് എന്ന് നോട്ട് ചെയ്ത് വെക്കാം. ഇനി ഇന്ത്യയിൽ ഉപയോഗിച്ച ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ക്രേ XMP14 എന്നുള്ളതാണ്. എന്താണ്? ക്രേ XMP14 എന്നുള്ളതാണ് ഇന്ത്യയിൽ ഉപയോഗിച്ച ആദ്യത്തേത്. പക്ഷേ ഇന്ത്യ ക്രിയേറ്റ് ചെയ്ത ആദ്യത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ആണ് CD8000 എന്നും പരം 8000 എന്നും നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തു 1991 കേട്ടോ. അപ്പൊ ആ പോയിന്റുകളൊക്കെ നോട്ട് ചെയ്ത് വെക്കണേ. യെസ്, അപ്പോ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ്? സൈമർ ക്രേ. ഇന്ത്യൻ സൂപ്പർ കമ്പ്യൂട്ടറിന്റെ പിതാവാരാണ്? വിജയ് പി ബഡ്കർ. ലോകത്തിലെ ഏറ്റവും വേഗതയേറിയ ഇപ്പോഴത്തെ സൂപ്പർ കമ്പ്യൂട്ടർ ഫ്രണ്ടിയർ ആണ്. 2ാം സ്ഥാനത്ത് ഫുഗാക്കു, പിന്നെ സമ്മിറ്റ്, പിന്നെ സീറയൊക്കെ വരും. ഇന്ത്യയിലെ ഏറ്റവും കൂടുതൽ വേഗതയേറിയത് ഐരാവതാണ് എന്ന പോയിന്റ് പഠിച്ചു വെക്കാം. സൂപ്പർ കമ്പ്യൂട്ടറിന്റെ വേഗതയും പെർഫോമൻസും ഒക്കെ മെഷർ ചെയ്യുന്നത് ഫ്ലോപ്സിലാണ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ഓപ്പറേഷൻസ് പെർ സെക്കൻഡ് എന്ന പോയിന്റും നോട്ട് ചെയ്തു വെക്കാം. ചെറിയൊരു ടോപ്പിക്കാണ്, പക്ഷെ വളരെ ഇമ്പോർട്ടന്റ് ആണ്. മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഇത്തരത്തിൽ കൂടുതൽ ടോപ്പിക്കുകൾക്ക് വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക. ഉപകാരപ്പെട്ടാൽ മാത്രം കൂട്ടുകാർക്ക് ഷെയർ ചെയ്യാം കേട്ടോ.
ഉദ്യോഗാർത്ഥികൾക്ക് ആവശ്യമായ ഒരുപാട് സ്റ്റഡി മെറ്റീരിയൽസും ക്ലാസ്സുകളും സൗജന്യമായി www.pacholam.com എന്ന് പറയുന്ന വെബ്സൈറ്റിൽ ലഭ്യമാണ്. സന്ദർശിക്കാം.